കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ. നിലവിലെ അനാസ്ഥ തുടർന്നാൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാവും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇത് ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് മരുന്ന് വിതരണം ഉണ്ടായില്ലെങ്കിൽ അത് എത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാവും പോവുക? ശ്രീജ, വലിയ പ്രതിസന്ധിയാണ് രോഗികൾക്ക് ഇത് സൃഷ്ടിക്കുക. കാരണം ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇവിടെ രണ്ട് തരത്തിലാണ് മരുന്ന് വിതരണം നടക്കുന്നത്. ഇൻപേഷ്യൻ്റ്, അതായത് കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്ക് സർക്കാർ സംവിധാനം വഴിയുള്ള മരുന്ന് വിതരണവും മറ്റ് ആശുപത്രിയിലെ രോഗികൾക്കടക്കം പുറത്തുനിന്നുള്ള ന്യായവില കടകൾ വഴിയുള്ള മരുന്ന് വിതരണവുമാണ് നടക്കുന്നത്. ഇതിൽ തന്നെ ഇൻപേഷ്യൻ്റ് വിഭാഗത്തിൽ പോലും ശസ്ത്രക്രിയകളോ മറ്റ് വിലയേറിയ മരുന്നുകളോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും പുറത്തേക്ക് മരുന്ന് കുറിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ന്യായവില മെഡിക്കൽ ഷോപ്പുകൾ വഴിയാണ് ഇത്തരം മരുന്നുകൾ ആളുകൾ വാങ്ങുന്നത്. പുറത്തെ സാധാരണ മെഡിക്കൽ ഷോപ്പുകളേക്കാൾ ഏതാണ്ട് 50% നിരക്ക് കുറവാണ് ഇത്തരം ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലുള്ളത്. ആ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലേക്കുള്ള മരുന്ന് വിതരണമാണ് ഇന്നലെ മുതൽ മരുന്ന് കച്ചവടക്കാർ നിർത്തിവെച്ചിരിക്കുന്നത്. 90 കോടിയിലധികം രൂപയാണ് ഇവർക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. കഴിഞ്ഞ 9 മാസത്തിലധികമായി ഇത്തരത്തിൽ കുടിശ്ശിക വിതരണം ചെയ്യുന്നുമില്ല. ആശുപത്രി സൂപ്രണ്ടിനടക്കം മരുന്ന് വിതരണക്കാർ നേരത്തെ നിവേദനം നൽകിയിരുന്നു. കുടിശ്ശിക തീർത്ത് നൽകിയില്ലെങ്കിൽ ഈ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം ആശുപത്രി സൂപ്രണ്ട് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല. നേരത്തെ 9 മാസം മുമ്പും സമാനമായ പ്രതിസന്ധി ഉണ്ടാവുകയും അന്ന് മരുന്ന് വിതരണം നിർത്തിവെക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് മറ്റുമൊക്കെ നീങ്ങുകയും ചെയ്തു. തുടർന്ന് അടിയന്തരമായി കുറച്ച് പണം അന്ന് അനുവദിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പണം ഒരു തരത്തിലും അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എല്ലാ മാസവും ബില്ല് കൊടുത്തില്ലെങ്കിൽ പോലും 3 മാസത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യമാണ് മരുന്ന് വിതരണക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അക്കാര്യവും അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ മുതൽ ആശുപത്രിക്കുള്ള മരുന്നുകൾ നൽകുന്നില്ല. ഈ ന്യായവില ഷോപ്പുകളിലെ മരുന്ന് സ്റ്റോക്ക് ഒരുപക്ഷെ 1-2 ദിവസം കൂടി മാത്രമേ കാണുകയുള്ളൂ. അതിനുശേഷം പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം കുറഞ്ഞ നിരക്കിലോ വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി അടക്കം ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.